പത്തനംതിട്ട തിരുവല്ല വേങ്ങലിൽ കാർ കത്തി ദമ്പതികൾ മരിച്ചു. ദമ്പതികൾ സ്വയം ജീവനൊടുക്കിയതെന്ന് പോലീസ്. വീട്ടിൽ നിന്നും ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തി. ഏകമകൻ ലഹരിക്കടിമയായതിന്റെ മനോവിഷമമാണ് ജീവനൊടുക്കാൻ കാരണമെന്ന് കുറിപ്പിൽ. മകനെ ചികിത്സിക്കാൻ പണമില്ല. പോലീസ് ഇടപെട്ട് മകന് തുടർ ചികിത്സ നൽകണം. മരണത്തിന് മറ്റാരും ഉത്തരവാദികളല്ലെന്നും കുറിപ്പിൽ. അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ 11ാം ദിവസവും ദുഷ്കരം. ഇന്നത്തെ പരിശോധന അവസാനിപ്പിച്ചു. പുഴയിൽ നിന്ന് സിഗ്നൽ ലഭിച്ച സ്ഥലത്തിറങ്ങി പരിശോധന നടത്താനായില്ല. കനത്ത നീരൊഴുക്ക് വെല്ലുവിളി. ഇനിയുള്ള ദൗത്യത്തിന് പോണ്ടൂൺ ബ്രിഡ്ജുകൾ എത്തിക്കും. സഹായത്തിന് മത്സ്യത്തൊഴിലാളികളും. എന്ത് പ്രതിസന്ധിയിലും ശിരൂരിലെ ദൗത്യം തുടരുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. സാധ്യമാകുന്ന പുതിയ രീതികൾ അവലംബിക്കും. അർജുനടക്കം 3 പേരെയും കണ്ടെത്തുകയാണ് പ്രധാന ലക്ഷ്യമെന്നും അപകടസ്ഥലം സന്ദർശിച്ച ശേഷം മുഹമ്മദ് റിയാസ്. മന്ത്രി AK ശശീന്ദ്രനും ശിരൂർ സന്ദർശിച്ചു. തൃശൂർ വലപ്പാട്ടെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും കോടികൾ തട്ടിയ ധന്യ മോഹൻ കീഴടങ്ങി. ധന്യ കീഴടങ്ങിയത് കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി. കോടികളുടെ തട്ടിപ്പ് നടത്തിയത് 18 വർഷത്തോളം ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ നിന്ന് വ്യാജ അക്കൗണ്ടുകളിലേക്ക് പണം മാറ്റിയായിരുന്നു തട്ടിപ്പ്. കോൺഗ്രസിലെ കൂടോത്ര വിവാദങ്ങൾക്ക് പിന്നാലെ ലോക്സഭയിൽ യുക്തിചിന്ത പ്രോത്സാഹന ബിൽ അവതരിപ്പിച്ച് ബെന്നി ബെഹനാൻ. അന്ധവിശ്വാസങ്ങൾക്കെതിരെ നിയമനിർമ്മാണം നടത്തണമെന്നും യുക്തിചിന്ത പ്രോത്സാഹിപ്പിക്കണമെന്നും ബില്ലിൽ. കാർഷിക സർവകലാശാല VC നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിക്ക് സ്റ്റേ. ഗവർണർ നിയോഗിച്ച സെർച്ച് കമ്മിറ്റിയുടെ നടപടികൾ തടഞ്ഞ് ഹൈക്കോടതി. ഇതോടെ ഗവർണർ നിയോഗിച്ച 5 സർവകലാശാലകളിലെ സെർച്ച് കമ്മിറ്റികൾക്ക് സ്റ്റേ നിലവിൽ വന്നു. ഹർജിയിൽ ചാൻസലറോട് വിശദീകരണം തേടി ഹൈക്കോടതി. തോട് വൃത്തിയാക്കുന്നത് സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് ഹൈക്കോടതി. ജോലികൾക്ക് തുടർച്ച വേണം. മാലിന്യം നീക്കുന്ന നടപടികൾ വ്യക്തമാക്കണം. നഗരം വൃത്തിയുള്ളതായിരിക്കണം. വിഷയത്തിൽ സർക്കാർ രേഖാമൂലം ഉറപ്പു നൽകണമെന്നും കോടതി. ഔദ്യോഗിക നടപടികൾ തുടങ്ങിയതായി വ്യക്തമാക്കി സർക്കാർ. മാസപ്പടി കേസിൽ മാത്യു കുഴൽനാടന് രാഷ്ട്രീയ ലക്ഷ്യങ്ങളെന്ന സർക്കാർ ഹൈക്കോടതിയിൽ. മാധ്യമങ്ങൾക്കും രാഷ്ട്രീയക്കാർക്കും പണം നൽകിയെന്ന റിപ്പോർട്ടുണ്ടായിട്ടും അന്വേഷണം ആവശ്യപ്പെടുന്നത് മുഖ്യമന്ത്രിക്കെതിരെ മാത്രമെന്നും സർക്കാർ. CMRL എക്സാലോജിക് ഇടപാട് 2 കമ്പനികൾ തമ്മിലുള്ള സ്വകാര്യ ഇടപാടെന്നും സർക്കാർ ഹൈക്കോടതിയിൽ. നീറ്റ് UG പ്രവേശന പരീക്ഷയുടെ പുതുക്കിയ പട്ടിക പ്രസിദ്ധീകരിച്ചു. പുതിയ പട്ടിക പ്രകാരം 1ാം റാങ്ക് ലഭിച്ചത് 17 പേർക്ക്. 1ാം റാങ്ക് ലഭിച്ചവരിൽ ശ്രീനന്ദ് ശർമിൽ എന്ന മലയാളിയും. പുതുക്കിയ ഫലം പ്രസിദ്ധീകരിച്ചത് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം. KPCC യോഗത്തിലെ വിമർശനത്തിൽ പരാതിയില്ലെന്ന് VD സതീശൻ. വിമർശനം ഉയർത്താനാണ് യോഗം. താൻ വിമർശനത്തിന് അതീതനല്ലെന്നും VD സതീശൻ. യോഗ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. തെറ്റുണ്ടെങ്കിൽ തിരുത്തും. യോഗത്തിലേക്ക് വിളിക്കാത്തതിന് പരാതിയില്ല. പാർട്ടിയാണ് വലുതെന്നും VD സതീശൻ. മലപ്പുറത്ത് നിപ രോഗബാധയുമായി ബന്ധപ്പെട്ട് ഇന്ന് വന്ന 2 പരിശോധനാ ഫലങ്ങളും നെഗറ്റീവെന്ന് മന്ത്രി വീണ ജോർജ്. ആകെ 68 സാമ്പിളുകൾ ഇതുവരെ നെഗറ്റീവായി. ഇന്ന് 4 പേർ ആശുപത്രിയിൽ അഡ്മിറ്റായി. പുതുതായി ആരും സമ്പർക്ക പട്ടികയിലില്ല. പ്രോട്ടോകോളിന്റെ ഭാഗമായുള്ള ക്വാറന്റീൻ ലംഘിച്ചതിന് നഴ്സിനെതിരെ കേസെടുത്തെന്നും വീണ ജോർജ്. കോതമംഗലത്ത് 3 പേർക്ക് H1N1 സ്ഥിരീകരിച്ചു. രോഗം സ്ഥിരീകരിച്ചത് 2 ബാങ്ക് ജീവനക്കാർക്കും നാട്ടുകാരിയായ സ്ത്രീക്കും. ബാങ്കിന്റെ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം. നേരിട്ട് സമ്പർക്കമുണ്ടായ 8 പേർ നിരീക്ഷണത്തിൽ. ബാഗിന്റെ ഭാരം കുറയ്ക്കാൻ നടപടിയുമായി വിദ്യാഭ്യാസ വകുപ്പ്. പാഠപുസ്തകങ്ങൾ 2 ഭാഗങ്ങളായി അച്ചടിക്കും. പാഠ്യപദ്ധതി പരിഷ്കരണം നടത്തും. ധാരാളം കുട്ടികൾ ഇതുമായി ബന്ധപ്പെട്ട് കത്തയച്ചതിനെ തുടർന്നാണ് നടപടിയെന്ന് മന്ത്രി വി ശിവൻകുട്ടി. രാജ്യത്ത് ആദ്യ
ആദ്യമായി ഒളിമ്പിക്സ് മാതൃകയിൽ സ്കൂൾ കായികമേള. ഒളിമ്പിക്സ് മാതൃകയിൽ സംഘടിപ്പിക്കുന്നത് കൊച്ചിയിൽ നടക്കുന്ന സ്കൂൾ കായികമേള. മേളയിൽ 20,000-ലധികം കായിക പ്രതിഭകൾ 41 ഇനങ്ങളിലായി മത്സരിക്കും. കലൂർ രാജ്യാന്തര സ്റ്റേഡിയം സ്കൂൾ ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന വേദിയാകും. സ്കൂൾ ഒളിമ്പിക്സ് നവംബർ 4 മുതൽ 11 വരെ. വനിതാ ഏഷ്യാകപ്പിൽ ഇന്ത്യ ഫൈനലിൽ. സെമിയിൽ ബംഗ്ലാദേശിനെ തകർത്തത് 10 വിക്കറ്റിന്. 80 റൺസ് 11 ഓവറിൽ മറികടന്നു. സ്മൃതി മന്ദാനയ്ക്ക് അർദ്ധ സെഞ്ചുറി. 3 വിക്കറ്റ് വീഴ്ത്തിയ രേണുക സിംഗ് കളിയിലെ താരം. വനിതാ ഏഷ്യാകപ്പിൽ രണ്ടാം സെമി മത്സരം പുരോഗമിക്കുന്നു. പാകിസ്ഥാനെതിരെ ശ്രീലങ്കയ്ക്ക് 141 റൺസ് വിജയലക്ഷ്യം. ടോസ് നേടി ശ്രീലങ്കൻ വനിതകൾ പാകിസ്ഥാനെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. ശ്രീലങ്കയ്ക്കെതിരായ 2020 പരമ്പരയ്ക്ക് നാളെ തുടക്കം. ഇന്ത്യൻ ടീമിനെ നയിക്കാൻ സൂര്യകുമാർ യാദവ്. അവസരം കാത്ത് സഞ്ജു സാംസൺ. പരിക്കിന്റെ ആശങ്കയിൽ ശ്രീലങ്ക. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് കളിക്കാൻ പാകിസ്ഥാനിലേക്ക് വരാൻ ഇന്ത്യൻ ടീമിനോട് അഭ്യർത്ഥിച്ച മുൻ താരം ഷൊയേബ് മാലിക്. ഞങ്ങൾ നല്ല മനുഷ്യരാണെന്നും രാഷ്ട്രീയം സ്പോർട്സിൽ കലർത്തരുതെന്നും മാലിക്. മുൻ ക്യാപ്റ്റന്റെ അഭ്യർത്ഥന ഇന്ത്യൻ ടീം ചാമ്പ്യൻസ് ട്രോഫി ബഹിഷ്കരിച്ചേക്കുമെന്ന ആശങ്കകൾക്കിടെ. സൗത്ത് സോൺ സബ് ജൂനിയർ ഹോക്കി ടൂർണമെന്റിൽ കേരളം ചാമ്പ്യന്മാർ. ഫൈനലിൽ തമിഴ്നാടിനെ എതിരില്ലാത്ത 7 ഗോളിന് തകർത്തു. കേരളത്തിന്റെ സ്വർണ്ണ നേട്ടം ചരിത്രത്തിലാദ്യം. വനിതാ ടീമിന് വെങ്കലം. ഡ്യൂറന്റ് കപ്പിൽ ഒരുങ്ങി കേരള ബ്ലാസ്റ്റേഴ്സ്. ഓഗസ്റ്റ് 1 ആദ്യ മത്സരം മുംബൈ സിറ്റിക്കെതിരെ. തായ്ലൻഡിലെ പരിശീലനം പൂർത്തിയാക്കി ടീം ഉടൻ കൊൽക്കത്തയിലെത്തി. ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ടെസ്റ്റിൽ വെസ്റ്റ് ഇൻഡീസിന് ബാറ്റിംഗ് തകർച്ച. 5 വിക്കറ്റ് നഷ്ടം. ക്യാപ്റ്റൻ ക്രെയ്ഗ് ബ്രാത്വൈറ്റിന് അർദ്ധ സെഞ്ചുറി. ഇഷ്ട ക്യാപ്റ്റനെ പ്രഖ്യാപിച്ച ജസ്പ്രീത് ബുംറ. രോഹിതോ കോഹ്ലിയോ ധോണിയോ അല്ല, തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നായകൻ താൻ തന്നെയെന്ന് ഇന്ത്യൻ പേസർ. സഹതാരങ്ങളോട് ഏറ്റവും പരിഗണന നൽകുന്ന ക്യാപ്റ്റൻ രോഹിത് എന്നും കോഹ്ലി ഇന്നും ടീമിലെ ലീഡറെന്നും ബുംറ. കാർഗിൽ വിജയ് ദിനത്തിൽ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ച് പ്രധാനമന്ത്രി. തെറ്റുകളിൽ നിന്ന് പാഠം പഠിക്കാത്ത രാജ്യമാണ് പാകിസ്ഥാനെന്ന് മോദി. ഭീകരവാദത്തിനെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം തുടരുമെന്നും കശ്മീർ വികസനത്തിന്റെ പാതയിലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അഗ്നിപഥിൽ നിന്നും പിന്നോട്ടില്ലെന്ന് ആവർത്തിച്ച പ്രധാനമന്ത്രി. ലക്ഷ്യമിടുന്നത് യുവ സൈന്യത്തെ നിർമ്മിക്കാൻ. ദേശീയ സുരക്ഷയെ ചിലർ രാഷ്ട്രീയവൽക്കരിക്കുന്നു. പ്രതിപക്ഷം അഗ്നിവീറിനെ കുറിച്ച് വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നുവെന്നും വിമർശനം. കാർഗിൽ വിജയ് ദിവസ് രജത് ജൂബിലിയുടെ ആഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ ചടങ്ങുകൾ നടന്നു. വാർ മെമ്മോറിയലിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പുഷ്പചക്രം അർപ്പിച്ചു. യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച സൈനികരുടെ കുടുംബാംഗങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു. ആഘോഷത്തോടനുബന്ധിച്ച് സൈക്കിൾ റാലിയും സംഘടിപ്പിച്ചു. റാലി ഗവർണർ അഭിവാദ്യം ചെയ്തു. ബില്ലുകൾ രാഷ്ട്രപതിക്ക് വിട്ട നടപടി ചോദ്യം ചെയ്തുള്ള കേരളത്തിന്റെയും ബംഗാളിന്റെയും ഹർജികളിൽ സുപ്രീം കോടതി നോട്ടീസ്. കേരളത്തിന്റെ ഹർജിയിൽ രാഷ്ട്രപതിയുടെയും ഗവർണറുടെയും സെക്രട്ടറിമാർക്കാണ് നോട്ടീസ്. 3 ആഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകാൻ സുപ്രീം കോടതി നിർദ്ദേശം. പഞ്ചാബ് പ്രതിനിധി സംഘവുമായി കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംഘമെത്തിയത് സംസ്ഥാന പ്രവാസികാര്യ വകുപ്പിന്റെയും നോർക്ക റൂട്ട്സിന്റെയും പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാൻ. മുഖ്യമന്ത്രിയെ കണ്ട 7 അംഗ സംഘത്തിൽ പഞ്ചാബ് പ്രവാസികാര്യ മന്ത്രി കുൽദീപ് സിംഗ് ധലിവാളും
പ്രവാസി പ്രശ്നങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ സഹകരണത്തോടെ പരിഹാരം കാണാൻ കൂടിക്കാഴ്ചയിൽ തീരുമാനമായെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ്. സർക്കാരിന്റെ ഒരു ഏജൻസിയെങ്കിലും നല്ലതായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് വി.ഡി. സതീശൻ. മാവേലി സ്റ്റോറുകളെല്ലാം കാലി, നിറഞ്ഞിരിക്കുന്നത് ബിവറേജ് ഔട്ട്ലെറ്റുകൾ മാത്രമെന്നും പരിഹാസം. ഹോർട്ടികോർപ്പിന്റെ അവസ്ഥ പരിതാപകരം. ഊർജ്ജ മേഖലയിൽ 40,000 കോടിയുടെ കടമാണ് സർക്കാർ സൃഷ്ടിച്ചത് എന്നും വി.ഡി. സതീശൻ. കാപ്പ പ്രതി ശരൺ ചന്ദ്രന് CPIM-ൽ സ്വീകരണം. ആരോഗ്യമന്ത്രിയെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. മന്ത്രി മാലയിട്ടതിന്റെ തൊട്ടടുത്ത ദിവസം കഞ്ചാവ് കേസിൽ പ്രതിയായി. ക്രിമിനലുകൾക്ക് എല്ലാ സഹായവും നൽകുന്നത് സർക്കാരാണെന്നും വി.ഡി. സതീശൻ. ആരോഗ്യമന്ത്രിയുടെ PA-യുടെ പേരുപയോഗിച്ചുള്ള നിയമന തട്ടിപ്പിൽ മന്ത്രിയുടെ ഓഫീസിന് പങ്കില്ലെന്ന് സ്ഥിരീകരിച്ച പോലീസ് കുറ്റപത്രം. സാമ്പത്തിക ലാഭം ലക്ഷ്യമിട്ട് പ്രതികളായ KP ബാസിദും അഖിൽ സജീവും ചേർന്ന് നടത്തിയ തട്ടിപ്പെന്ന കന്റോൺമെന്റ് പോലീസ്. ഇവരുടെ സുഹൃത്തുക്കളായ ലെനിൻ രാജ, റയീസ് എന്നിവരുൾപ്പെടെ കേസിൽ ആകെ 4 പ്രതികൾ. വ്യാജ പരാതി ഉന്നയിച്ച ഹരിദാസൻ സാക്ഷി പട്ടികയിൽ. ഉദ്യോഗസ്ഥരും യൂണിറ്റ് മേധാവികളും നയപരമായ കാര്യങ്ങളിൽ ഉത്തരവിറക്കേണ്ടെന്ന് DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ്. ഉത്തരവുകൾ പുറത്തിറക്കേണ്ടത് സർക്കാർ അനുമതിയോടെ മാത്രം. ദൈനംദിന കാര്യങ്ങളെ സംബന്ധിക്കുന്ന സർക്കുലറുകൾ മാത്രം യൂണിറ്റ് മേധാവികൾ ഇറക്കണമെന്നും DGP-യുടെ നിർദ്ദേശം. മാലിന്യം വലിച്ചെറിയുന്നതിനെതിരായ ക്യാമ്പയിൻ മലയാള TV ചാനലുകളെ പങ്കാളികളാക്കിക്കൂടെയെന്ന് സർക്കാരിനോട് കോടതി. കേന്ദ്ര സർക്കാരുമായി കൂടിയാലോചിച്ച് നടപടിയെടുക്കാമെന്ന് സംസ്ഥാന സർക്കാർ. ചാനലുകൾക്ക് ലൈസൻസ് നൽകുമ്പോൾ ഇത്തരം ക്യാമ്പയിനുകളിൽ പങ്കാളികളാക്കുന്ന കാര്യം ഉറപ്പാക്കണമെന്നും കോടതി. സർട്ടിഫിക്കറ്റുകളിൽ മതം മാറ്റത്തിന് അനുമതി നൽകി കേരള ഹൈക്കോടതി. ഒരു വ്യക്തിയെ ഒരു മതത്തിൽ കെട്ടിയിടേണ്ട സാഹചര്യമില്ലെന്ന് ഹൈക്കോടതി. വ്യക്തികൾക്ക് ഇഷ്ടമുള്ള ഏതു മതവും സ്വീകരിക്കാനും വിശ്വസിക്കാനും സ്വാതന്ത്ര്യമുണ്ടെന്നും കോടതിയുടെ നിരീക്ഷണം. കോട്ടയം CGM കോടതിയിൽ ജഡ്ജിയോട് അഭിഭാഷകരുടെ മോശം പെരുമാറ്റം. മാപ്പിൽ പ്രശ്നം അവസാനിക്കില്ലെന്ന് ഹൈക്കോടതി. ലീഗൽ സർവീസ് അതോറിറ്റിയുമായി ചേർന്ന് അഭിഭാഷകർ 6 മാസത്തേക്ക് സൗജന്യ സേവനം നൽകണം. സേവനത്തെക്കുറിച്ച് 6 മാസത്തിന് ശേഷം റിപ്പോർട്ട് നൽകാനും നിർദ്ദേശം. വയനാട് സുൽത്താൻ ബത്തേരിയിലെ തെരുവ് നായ ആക്രമണം. ഭീതി പരത്തിയ നായയെ പിടികൂടി പിണങ്ങോട് സ്വദേശി താഹിർ. നായയെ പിടികൂടിയത് വല ഉപയോഗിച്ച്. ഇന്ന് രാവിലെ 7 പേർക്കും ഇന്നലെ വിദ്യാർത്ഥിയടക്കം 9 പേർക്കും നായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. 2 ദിവസങ്ങളിലായി 16 പേരെയാണ് തെരുവ് നായ ആക്രമിച്ചത്. കാർവാർ യാത്രയിൽ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകി UP സർക്കാർ. നിയന്ത്രണം ഏർപ്പെടുത്തിയത് സസ്യേതര ഭക്ഷണത്തിന് മാത്രമെന്ന സർക്കാർ. സമാധാനപരവും ചിട്ടയായതുമായ തീർത്ഥാടനം ഉറപ്പാക്കാനാണ് നിർദ്ദേശമെന്ന് സത്യവാങ്മൂലത്തിൽ. കാർവാർ യാത്രാപാതയിലെ കടകളിൽ പേര് പ്രദർശിപ്പിക്കുന്നതെന്ന ഉത്തരവിനുള്ള സ്റ്റേ തുടരും. ഷിൻകുൻല തുരങ്ക പദ്ധതിയുടെ ആദ്യഘട്ടത്തിന് തുടക്കം കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പദ്ധതി ഉദ്ഘാടനം കാർഗിൽ വിജയ് ദിവസത്തിന്റെ 25ാം വാർഷിക ദിനത്തിൽ. 1681 കോടി രൂപ ചിലവിൽ നിർമ്മിക്കുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഇരട്ട തുരങ്കം. 4.1 കിലോമീറ്റർ നീളമുള്ള തുരങ്കം നിർമ്മിക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്നും 15,800 അടി ഉയരത്തിൽ. ഗുജറാത്തിൽ ഇതുവരെ 37
ചാന്ദിപുര വൈറസ് കേസുകൾ സ്ഥിരീകരിച്ചതായി ആരോഗ്യമന്ത്രി ഋഷികേശ് പട്ടേൽ. റിപ്പോർട്ട് ചെയ്തത് 133 കേസുകളെങ്കിലും ബാക്കി കേസുകളിൽ ചാന്ദിപുര വൈറസ് സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. രോഗം പടരാതിരിക്കാൻ എല്ലാ മുൻകരുതലുകളും സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് എന്നും ആരോഗ്യമന്ത്രി. സംസ്ഥാനത്ത് വൈറസ് ബാധിച്ച് ഇതുവരെ മരിച്ചത് 10 പേർ. ഇംഗ്ലണ്ടിലെ പോലെ ടാക്സ് അടച്ച് ഇന്ത്യക്കാർ, സൊമാലിയയിലെ പോലെ സേവനങ്ങൾ സ്വീകരിക്കുന്നെന്ന് ആം ആദ്മി MP രാഘവ് ഛദ്ദ. MPയുടെ പ്രസ്താവന കേന്ദ്ര ബജറ്റിനെ വിമർശിച്ച BJPക്കാരെ തൃപ്തിപ്പെടുത്താൻ പോലും 2024 കേന്ദ്ര ബജറ്റിന് സാധിച്ചിട്ടില്ല. കഴിഞ്ഞ 10 വർഷമായി സർക്കാർ ജനങ്ങളുടെ വരുമാനത്തിന്റെ 80% നികുതിയായി പിരിച്ചെടുക്കുകയാണെന്നും രാഘവ് ഛദ്ദ. മഹുവയുടെ ഹർജിയിൽ പോലീസിന് നോട്ടീസ് അയച്ച ഹൈക്കോടതി തനിക്കെതിരെ വനിതാ കമ്മീഷൻ നൽകിയ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത FIR റദ്ദാക്കണമെന്ന ആവശ്യം. വനിതാ കമ്മീഷൻ കേസെടുത്തത് ദേശീയ വനിതാ കമ്മീഷൻ മേധാവി രേഖാ ശർമ്മയ്ക്കെതിരെ നടത്തിയ അപകീർത്തി പരാമർശത്തിൽ. ഹർജി ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുക നവംബർ 6-ന്. ബംഗാളിൽ കോൺഗ്രസ് പ്രവർത്തകനെ മരത്തിൽ കെട്ടിയിട്ട് മർദ്ദിച്ചു കൊന്നു. 5 പേർ കസ്റ്റഡിയിൽ. കൊല്ലപ്പെട്ടത് സജീവ കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന മണിക് റോയ്. തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയത് രാഷ്ട്രീയ പകപോക്കലെന്ന് കോൺഗ്രസ്. 5 പേരെ അറസ്റ്റ് ചെയ്തതായി ജൽപായ്ഗുരി പോലീസ്. ദളിതർക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിക്കുന്നുവെന്ന് സംബന്ധിച്ച് കേന്ദ്ര സഹമന്ത്രി രാംദാസ് അത്താവാലെ. അതിക്രമത്തിൽ മുന്നിൽ ഉത്തർപ്രദേശ്. ദളിത് ആക്രമങ്ങൾ രാജസ്ഥാനിലും മധ്യപ്രദേശിലും റെക്കോർഡ് നിലയിൽ വർദ്ധിക്കുന്നുവെന്നും മന്ത്രി. രാജ്യസഭയിൽ SC/ST അട്രോസിറ്റീസ് ആക്ട് കർശനമായി നടപ്പാക്കണം. ഇത്തരം ആക്രമങ്ങളിലും പരാതികളിലും നീതി നിർവഹണം കുറ്റമറ്റതാക്കാൻ പോലീസിന് പ്രത്യേക ക്ലാസുകൾ നൽകുന്നുവെന്നും കേന്ദ്രമന്ത്രി. മുംബൈയിൽ മഴക്കെടുതിയിൽ 6 മരണം, 12 പേർക്ക് പരിക്ക്. 3000 പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ. വരും ദിവസങ്ങളിലും മഴ തുടരും. താഴ്ന്ന പ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം. ജൂലൈ 26, 27, 28 തീയതികളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പ്രളയ മുന്നറിയിപ്പ് നിലനിൽക്കുന്നതിനാൽ അനാവശ്യ യാത്രകൾ ഒഴിവാക്കാനും നിർദ്ദേശം. ജനങ്ങൾ കനത്ത ജാഗ്രത പാലിക്കണമെന്ന് മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ. മുംബൈയിൽ കനത്ത മഴയിൽ മുങ്ങി അംബർനാഥ് ക്ഷേത്രം. വെള്ളം കയറിയത് 1000 വർഷത്തോളം പഴക്കമുള്ള പുരാതന ശിവക്ഷേത്രത്തിൽ. വെള്ളം കയറിയതോടെ ക്ഷേത്ര ദർശനം താൽക്കാലികമായി നിർത്തിവെച്ചു. ക്ഷേത്ര ശ്രീകോവിലിനുള്ളിൽ വെള്ളം കയറിയത് വാൽധുനി നദി കരകവിഞ്ഞൊഴുകിയതോടെ. ഡൽഹി ദ്വാരകയിൽ തോക്ക് ചൂണ്ടി ബലാത്സംഗം. കെട്ടിടത്തിൽ നിന്ന് തള്ളിയിട്ടെന്നും ആരോപണം. ഇരയായ 16-കാരിയുടെ മൊഴി രേഖപ്പെടുത്തി ഡൽഹി പോലീസ്. ആക്രമണം നടത്തിയത് സുഹൃത്തായ അയൽവാസിയെന്ന് പെൺകുട്ടിയുടെ മൊഴി. വീഴ്ചയിൽ കാലിന് പരിക്കേറ്റ പെൺകുട്ടി ആശുപത്രിയിൽ ചികിത്സയിൽ. മുംബൈ സ്പായിലെ കൊലപാതകം വഴിത്തിരിവായി. കൊല ചെയ്യപ്പെട്ടയാളുടെ കാലിലെ പച്ച കുത്തിയ പേരുകൾ. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഗുരു വാക്മർ കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ബുധനാഴ്ച. പോസ്റ്റ്മോർട്ടത്തിനിടെ ഇയാളുടെ കാലിലെ പച്ച കുത്തിയ പേരുകൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ 3 പേരെ കസ്റ്റഡിയിലെടുത്തതായി പോലീസ്. കൊലപാതകത്തിൽ വാക്മറിന്റെ പെൺ സുഹൃത്തിന് പങ്കുണ്ടോ എന്ന് അന്വേഷിച്ചും പോലീസ്. ഡൽഹി ദ്വാരക സെക്ടറിൽ നിർമ്മാണത്തിലിരുന്ന ആശുപത്രി കെട്ടിടം തകർന്നു വീണ് ഒരു സ്ത്രീ മരിച്ചു. 8 പേർക്ക് പരിക്ക്. കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച് ഡൽഹി പോലീസ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ഒരു ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരിയും നാസയുമായി ചേർന്നുള്ള ഇസ്രോയുടെ ദൗത്യം സജീവമെന്ന് പ്രഖ്യാപിച്ച് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. ദൗത്യത്തിലേക്കായി ഇന്ത്യൻ വ്യോമസേനയിൽ നിന്ന് തെരഞ്ഞെടുത്ത 4 പൈലറ്റുമാർ പരിശീലനത്തിലെന്നും മന്ത്രി. ദൗത്യം പദ്ധതിയിടുന്നത് 3-അംഗ സംഘത്തെ എത്തിക്കാൻ. പലസ്തീൻ വിഷയത്തിൽ മിണ്ടാതിരിക്കാനാകില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥി കമല ഹാരിസ്. യുദ്ധം അവസാനിപ്പിക്കാൻ സമയമായെന്നും ബന്ദികളെ മോചിപ്പിക്കണമെന്നും കമല ഹാരിസ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് സമാധാന കരാറിലെത്തണമെന്നാവശ്യപ്പെട്ടെന്നും കമല.
കമലാ ഹാരിസിന്റെ പ്രതികരണം നെതന്യാഹുവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കമലാ ഹാരിസിനെ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയാക്കുന്നതിനെ പിന്തുണച്ച് ബറാക് ഒബാമയും മിഷേലും ഇരുവരും പിന്തുണ അറിയിച്ചത് കമലയെ ഫോൺ വിളിച്ച് 1 മിനിറ്റ് നീളുന്ന ഫോൺ സംഭാഷണത്തിന്റെ വീഡിയോ പുറത്ത്. നിങ്ങളെ വിജയിപ്പിക്കുന്നതിനായി ആകുന്നതൊക്കെ ചെയ്യുമെന്ന് ഒബാമയും ഇത് ചരിത്രമാകാൻ പോകുകയാണെന്ന മിഷേലും വീഡിയോയിൽ. തലയ്ക്ക് പാരിതോഷികം $15 മില്യൺ. കുപ്രസിദ്ധ മെക്സിക്കൻ മയക്കുമരുന്ന് പിടികിട്ടാപ്പുള്ളി ഇസ്മയിൽ മായോ സമ്പാഡ അറസ്റ്റിൽ. മായോ അറസ്റ്റിലായത് ടെക്സസിലെ എൽ പാസോയിൽ വെച്ച്. മായോ സിനലോവ കാർട്ടൽ എന്ന അധോലോക സംഘത്തിന്റെ സ്ഥാപകരിൽ ഒരാൾ. മീൻപിടുത്ത ബോട്ടിലേക്ക് തിമിംഗലം ചാടിക്കയറി ബോട്ട് തകർന്നു. വൈറലായി വീഡിയോ. യുഎസിലെ ന്യൂ ഹാംഷെയർ തീരത്തെ സ്റ്റേറ്റ് പാർക്കിന് സമീപമാണ് സംഭവം. മീൻ പിടിക്കാനായി പോയവരുടെ ബോട്ടിലേക്ക് തിമിംഗലം എടുത്തു ചാടുന്നതും ബോട്ട് മറിയുന്നതും ബോട്ടിലുണ്ടായിരുന്ന ആൾ വെള്ളത്തിലേക്ക് വീഴുന്നതും വീഡിയോയിൽ. ബോട്ടിലുണ്ടായിരുന്നവർ സുരക്ഷിതരെന്ന US കോസ്റ്റ് ഗാർഡ്. ബഹിരാകാശ നിലയത്തിൽ കഴിയുന്ന സുനിത വില്യംസിന്റെയും ബുച്ച് വിൽമോറിന്റെയും മടക്കത്തിൽ വീണ്ടും അനിശ്ചിതത്വം. മടങ്ങിവരവിനുള്ള അന്തിമ തീരുമാനം ഓഗസ്റ്റ് ആദ്യവാരത്തോടെ. മടക്കം വൈകുന്നത് സ്റ്റാർലൈനർ പേടകത്തിലെ ത്രസ്റ്ററുകളിലെ തകരാറും ഹീലിയം ചോർച്ചയും. ഇരുവരെയും തിരികെ കൊണ്ടുവരാനാകുമെന്ന് സ്റ്റാർലൈനർ വൈസ് പ്രസിഡന്റ് മാർക്ക് നാപ്പി. ആഭ്യന്തര യുദ്ധത്തിൽ വിമത സായുധ സേനയെ UAE സഹായിച്ചുവെന്ന സുഡാൻ. വിമത സായുധ സംഘമായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സിന്റെ സൈനികരിൽ നിന്നും UAE പാസ്പോർട്ടുകൾ കണ്ടെത്തിയെന്ന സുഡാൻ സർക്കാർ. ഐക്യരാഷ്ട്രസഭയിൽ തെളിവുകൾ സമർപ്പിച്ച സുഡാൻ. പ്രതിരോധത്തിലായി UAE. ഫിലിപ്പീൻസിലും തായ്വാനിലും ദുരന്തം വിതച്ച് ഗേമി ചുഴലിക്കാറ്റ്. ചുഴലിക്കാറ്റിൽപ്പെട്ട ഫിലിപ്പൈൻസ് ടാങ്കറിൽ നിന്നും കടലിലേക്ക് 1.4 മില്യൺ ലിറ്റർ എണ്ണ ചോർന്നു. എണ്ണ ടാങ്കർ മുങ്ങി 1 മരണം, 16 ജീവനക്കാരെ രക്ഷപ്പെടുത്തി. കൊടുങ്കാറ്റിന്റെ പ്രഭാവം മൂലമുണ്ടായ പേമാരിയിൽ ഫിലിപ്പൈൻസിൽ 22 മരണം. ഗേമി ചുഴലിക്കാറ്റിൽ ചൈനയിൽ മണ്ണിടിച്ചിൽ. തായ്വാനിൽ 3 മരണം, 1,50,000-ഓളം പേരെ മാറ്റിപ്പാർപ്പിച്ചു. തായ്വാൻ തീരത്ത് ചരക്കു കപ്പൽ മുങ്ങി 9 ജീവനക്കാരെയും കാണാതായി. ഗാസയിലെ സംഘർഷങ്ങൾക്കിടയിലും പലസ്തീനിലെ പൈതൃക പ്രദേശത്തിന് യുനെസ്കോ ടാഗ് അംഗീകാരം ലഭിച്ചത്. അപകടാവസ്ഥയിലുള്ള സ്ഥലങ്ങളുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട സെന്റ് ഹിലാരിയൻ മൊണാസ്ട്രിക്ക്. പ്രഖ്യാപനം ന്യൂസിലൻഡിൽ നടന്ന ലോക പൈതൃക സമിതിയുടെ 46ാമത് സെക്ഷനിൽ. ഇലോൺ മസ്കിന്റെ ട്രാൻസ് വിരുദ്ധ പ്രസ്താവനകൾക്കെതിരെ മകൾ വിവിയൻ ജെന്ന വിൽസൺ രംഗത്ത്. മസ്കിന്റെ കുറിപ്പ് പൂർണ്ണമായും കള്ളമെന്ന് വിവിയൻ. തന്റെ ലൈംഗികതയെയും സ്ത്രീത്വത്തെയും ചൊല്ലി കുട്ടിക്കാലത്ത് പിതാവ് നിരന്തരം പ്രശ്നങ്ങളുണ്ടാക്കിയിരുന്നു. ഇപ്പോൾ സഹതാപത്തിനായി കള്ളങ്ങൾ മെനയുകയാണെന്നും വിവിയൻ. സൗദിയെ പച്ച പുതുപ്പിക്കാനുള്ള കണ്ടൽ തൈ നടീൽ പദ്ധതിക്ക് തുടക്കം. ഇതിനായി നടന്നത് 130 കോടി കണ്ടൽ തൈകൾ. പ്രാരംഭഘട്ടത്തിൽ തൈകൾ നടന്നത് ജിസാൻ, മക്ക, മദീന, തബൂക്ക്, അസിർ, ഷർഖിയ എന്നീ പ്രദേശങ്ങളിൽ. കണ്ടൽ തൈകൾ നടന്നത് തീരദേശ പരിസ്ഥിതിയെ ഹരിതവൽക്കരിക്കുക, മരുഭൂവൽക്കരണം കുറയ്ക്കുക എന്നിങ്ങനെയുള്ള പദ്ധതികളുടെ ഭാഗമായി. കടലിനടിയിൽ വില കൂടിയ മദ്യശേഖരം അടങ്ങിയ കപ്പൽ കണ്ടെത്തി. 19ാം നൂറ്റാണ്ടിലെ കപ്പലിൽ നിന്ന് കണ്ടെത്തിയത് 100 കുപ്പി ഷാംപെയിനും വൈനും. സ്വീഡന് സമീപം ബാൾട്ടിക് സമുദ്രത്തിനടിയിലാണ് കപ്പൽ. റഷ്യൻ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലേക്ക് 1850കളുടെ കാലത്ത് പുറപ്പെട്ട കപ്പലുകളിൽ ഒന്നാണിതെന്നാണ് വിലയിരുത്തൽ. കണ്ടെത്തിയ മദ്യവും വൈനും ഇപ്പോഴും സുരക്ഷിതമായി കുടിക്കാൻ കഴിയുമെന്ന് വിദഗ്ധർ.
തുർക്കി വിപണിയിൽ പുത്തൻ ഡസ്റ്റർ പുറത്തിറക്കി റെനോ. ടർക്കിഷ് പ്ലാന്റിൽ നിർമ്മിച്ച അടുത്ത തലമുറ ഡസ്റ്ററാണ് റെനോ പുറത്തിറക്കിയത്. 32 ലക്ഷം രൂപയാണ് വണ്ടിയുടെ വില. 2025ഓടെ പുത്തൻ ഡസ്റ്റർ ഇന്ത്യയിലും അവതരിപ്പിക്കും. ഡസ്റ്റർ ഇന്ത്യൻ വിപണിയിൽ മത്സരിക്കുന്നത് മാരുതി ഗ്രാൻഡ് വിറ്റാര, ഹോണ്ട എലിവേറ്റർ, സ്കോഡ കുഷാക് തുടങ്ങിയ മോഡലുകളുമായി. ആപ്പിൾ മാപ്പിന്റെ ബീറ്റ വെർഷൻ അവതരിപ്പിച്ചു കമ്പനി. മൊബൈൽ വെർഷനിൽ ലഭ്യമാകുന്ന എല്ലാ വിവരങ്ങളും ഇനി വെബ് വെർഷനിലും ലഭ്യമാകും. വാഹനം ഓടിക്കുന്നതിനും നടക്കുന്നതിനും വഴി കാണിക്കുന്നതിനും ചിത്രങ്ങൾ, റേറ്റിംഗ്, റിവ്യൂ തുടങ്ങിയവയും മാപ്പിംഗ് സംവിധാനത്തിൽ ലഭ്യം. എന്നാൽ മൊബൈൽ ബ്രൗസറുകളിൽ ആപ്പിൾ മാപ്പ് ലഭ്യമല്ല. മെറ്റ എഐയിൽ ഇനി ഹിന്ദി കൂടി. ഇതോടെ വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, മെസ്സഞ്ചർ, ഫേസ്ബുക്ക് ഉൾപ്പെടെ വിവിധ പ്ലാറ്റ്ഫോമുകളിലെ മെറ്റ എഐയിൽ ഇനി മുതൽ ഹിന്ദിയിലും ചാറ്റ് ചെയ്യാം. എക്സ്പീരിയൻസ് മെച്ചപ്പെടുത്തുന്നതിനും പുതിയ ഫീച്ചറുകൾ മെച്ചപ്പെടുത്തുന്നതിനുമായി 2 ആഴ്ച കൂടുമ്പോൾ മെറ്റ എഐ അപ്ഡേറ്റ് ചെയ്യാറുണ്ടെന്ന് മെറ്റ. ഇതോടൊപ്പം അർജന്റീന, ചിലി, കൊളംബിയ, ഇക്വഡോർ, മെക്സിക്കോ, പെറു, കാമറൂൺ എന്നീ രാജ്യങ്ങളിലും മെറ്റ എഐയുടെ സേവനം ലഭിക്കുമെന്നും കമ്പനി. പുത്തൻ ഹോം സ്ക്രീൻ ഉൾപ്പെടെയുള്ള മാറ്റങ്ങളുമായി ആമസോൺ പ്രൈം. തടസ്സങ്ങളില്ലാത്ത സ്ട്രീമിംഗും കൂടുതൽ മെച്ചപ്പെട്ട യൂസർ ഇന്റർഫേസും ലക്ഷ്യമിട്ട് ആമസോൺ ഹോം, മൂവീസ്, TV ഷോകൾ, ലൈവ് TV എന്നീ മെനു ഓപ്ഷനുകൾ നാവിഗേഷൻ ബാറിലേക്ക് മാറ്റി. യൂസർ ഇന്റർഫേസിൽ പുത്തൻ അനിമേഷനും ലളിതമായ പേജ് ട്രാൻസിഷനുകളും സൂം ഇഫക്റ്റും ചേർത്ത് രൂപമാറ്റം എന്നിങ്ങനെയുള്ള മാറ്റങ്ങളാണ് വരുത്തിയത്. വെനസ്വേലയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യാൻ അമേരിക്കയുടെ അനുമതി തേടി റിലയൻസിന് പുറമെ ONGCയും അനുമതിക്കായി അമേരിക്കയെ സമീപിച്ചു. നിലവിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, HPCL, മിത്തൽ എനർജി എന്നിവരാണ് വെനസ്വേലയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത്. ടൊയോട്ട ടേസർ പേര് മാറ്റി ദക്ഷിണാഫ്രിക്കയിൽ അവതരിപ്പിച്ചു കമ്പനി. ടേസർ ദക്ഷിണാഫ്രിക്കയിൽ ഇറക്കുന്നത് സ്റ്റാർലെറ്റ് ക്രോസ് എന്ന പേരിൽ. പേര് മാറ്റിയത് ടൊയോട്ടോ ഗ്ലാൻസ. സ്റ്റാർലെറ്റ് എന്ന പേരിൽ വിൽപ്പന നടത്തിയതിനാലാണ് കമ്പനി വിശദീകരണം. ടേസർ ദക്ഷിണാഫ്രിക്കയിൽ ലഭ്യമാകുന്നത് ഇന്ത്യയിൽ കിട്ടാത്ത ബ്ലാക്ക്, ബ്ലൂ എന്നീ 2 നിറങ്ങളിലും. ടാറ്റ കാർവ SUV കൂപ്പെ ഉപഭോക്താക്കളിലേക്ക് എത്തുന്നത് 4 എഞ്ചിൻ ഓപ്ഷനുകളിൽ. SUV കൂപ്പെ എത്തുന്നത് 1.2 ലിറ്റർ ടർബോ പെട്രോൾ, 1.2 ലിറ്റർ ഡയറക്ട് എഞ്ചിൻ, 1.5 ലിറ്റർ ഡീസൽ, ഇലക്ട്രിക് എന്നിങ്ങനെ 4 ഓപ്ഷനുകളിൽ. കാർവ EVക്ക് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത് ഫുൾ ചാർജിൽ 450 മുതൽ 500 കിലോമീറ്റർ വരെ മൈലേജ്. ജിംനിക്ക് 3,30,000 രൂപ വരെ വില കുറച്ച് മാരുതി സുസുക്കി. നൽകുന്നത് 1,80,000 രൂപ വരെയുള്ള ക്യാഷ് ഡിസ്കൗണ്ടും 1,50,000 രൂപ വരെ അധിക കിഴിവും. 12,74,000 മുതൽ 14,79,000 രൂപ വരെയാണ് ജിംനിയുടെ എക്സ് ഷോറൂം വില. സെപ്റ്റംബറോടെ CNG മോഡൽ പുറത്തിറക്കാനൊരുങ്ങി ടാറ്റ നെക്സൺ. ടാറ്റ അവതരിപ്പിക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ടർബോ പെട്രോൾ CNG പവർ ട്രെയിൻ വെഹിക്കിൾ. നെക്സോൺ CNGയിൽ 1.2 ലിറ്റർ 3 സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിനോട് കൂടിയ ഇരട്ട CNG സിലിണ്ടർ സാങ്കേതിക വിദ്യ. CNG പതിപ്പിന് 60,000 മുതൽ 80,000 രൂപ വരെ വില കൂടുമെന്ന് റിപ്പോർട്ട്. മെച്ചപ്പെട്ട രൂപകൽപ്പനയും പുത്തൻ സവിശേഷതകളും ഇന്ത്യയിൽ വീണ്ടും അവതരിപ്പിച്ച് ഹീറോ എക്സ്ട്രീം 160 R4V. പുത്തൻ ഹീറോ ഉപഭോക്താക്കളിൽ എത്തുന്നത് 1,38,500 രൂപ എക്സ് ഷോറൂം വിലയിൽ. വണ്ടി എത്തുന്നത് പവർ ട്രെയിനുകളിൽ മാറ്റം വരുത്താതെ. എക്സ്ട്രീമിന് കരുത്ത് പകരുന്നത് 5 ഗിയർ ബോക്സിൽ ജോഡിയാക്കിയ 163.2cc എയർ കൂൾഡ് എഞ്ചിൻ. ബജാജ് CNG ബൈക്ക് ബുക്കിംഗിന് വൻ കുതിപ്പ്. ഇതുവരെ ബൈക്ക് ബുക്ക് ചെയ്തത് 36,000 പേർ. ലോകത്തെ ആദ്യ CNG ബൈക്ക് എത്തുന്നത് 3 വേരിയന്റുകളിൽ. എൻട്രി ലെവൽ ഡ്രം വേരിയന്റിന് 95,000 രൂപയും മിഡ് വേരിയന്റായ ഡ്രം LED-ക്ക് 1.5 ലക്ഷം രൂപയും ടോപ്പ് ആൻഡ് ഡിസ്ക് LED വേരിയന്റിന് 1.5
1 ലക്ഷം രൂപയും എക്സ് ഷോറൂം വില. മലപ്പുറം തിരൂരിൽ ഇൻസ്റ്റഗ്രാം തട്ടിപ്പ്. വ്യാജ അക്കൗണ്ട് വഴി വിദ്യാർത്ഥിയുടെ ഫോട്ടോ പോസ്റ്റ് ചെയ്ത് പണം തട്ടി യുവാവ് അറസ്റ്റിൽ. തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് താനൂർ നന്നമ്പ്ര സ്വദേശി വിഷ്ണുജിത്തിനെ. 5ലധികം ആളുകളിൽ നിന്ന് പ്രതി പണം തട്ടിയെന്ന് പോലീസ്. പാലക്കാട് അട്ടപ്പാടി അഗളിയിൽ ബ്ലോഗറെ കെട്ടിയിട്ട് തല്ലി. മർദ്ദനമേറ്റത് കോട്ടത്തറ ചന്തക്കട സ്വദേശി മുഹമ്മദ് അലി ജിന്ന എന്ന ബ്ലോഗർക്ക്. ആക്രമണം സ്ത്രീകളുടെ നഗ്ന വീഡിയോ ചിത്രീകരിച്ച് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തുവെന്നാരോപിച്ച് മർദ്ദിച്ചത് തമിഴ്നാട്ടിൽ നിന്നുള്ളവർ. യുവാവിനെതിരെ കേസെടുത്ത് അഗളി പോലീസ്. മലപ്പുറം തിരൂരിൽ നിരോധിത ലഹരി ഉൽപ്പന്നങ്ങളുമായി യുവാക്കൾ അറസ്റ്റിൽ. പിടിയിലായത് വെട്ടം പച്ചാട്ടേരി സ്വദേശി ശ്രീജിത്ത്, മാങ്ങാട്ടേരി സ്വദേശി മുഹമ്മദ് സാദിഖ് എന്നിവർ. യുവാക്കൾ പിടിയിലായത് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ. മാനന്തവാടി നിയോജക മണ്ഡലത്തിലെ ഹിൽ ഹൈവേ പദ്ധതി 2025ഓടെ പൂർത്തിയാക്കാൻ തീരുമാനമുണ്ടായത് മന്ത്രി OR കേളുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ. ഞങ്ങളും കോളേജിലേക്ക് പദ്ധതി മങ്കട മണ്ഡലത്തിൽ തുടങ്ങുമെന്ന് മഞ്ഞളാംകുഴി അലി MLA. പെൺകുട്ടികളുടെ ബിരുദ പഠനത്തിനായുള്ള പദ്ധതി നടപ്പിലാക്കുന്നത് രാമപുരത്തെ ജെംസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ സഹകരണത്തോടെ. പദ്ധതി ലക്ഷ്യമിടുന്നത് വിദ്യാഭ്യാസം പാതി വഴിയിൽ നിലച്ച മുഴുവൻ വനിതകളെയും ബിരുദധാരികളാക്കുക എന്നത്. വാളയാർ പെൺകുട്ടികളുടെ ദുരൂഹ മരണം അന്വേഷിച്ച മുൻ ഉദ്യോഗസ്ഥൻ സോജനെതിരെ കുട്ടികളുടെ അമ്മ സോജന IPS നൽകാനുള്ള നീക്കം തടയണമെന്ന അമ്മ ഇക്കാര്യം ആഭ്യന്തര സെക്രട്ടറി അറിയിച്ചു. IPS നീക്കവുമായി മുന്നോട്ടു പോയാൽ കോടതിയെ സമീപിക്കും. ആഭ്യന്തര സെക്രട്ടറി കൂടിക്കാഴ്ചയ്ക്ക് വിളിച്ചത് കോടതി അലക്ഷ്യമെന്നും ഭയന്നാണെന്നും വാളയാർ പെൺകുട്ടികളുടെ അമ്മ. ഇടുക്കി കല്ലാർവാലി കാർഡമം എസ്റ്റേറ്റിൽ സംഘർഷം. 5 തൊഴിലാളികൾക്ക് വെട്ടേറ്റു. സംഘർഷത്തിൽ കലാശിച്ചത് മാനേജ്മെന്റുകൾ തമ്മിലുള്ള തർക്കം. ഗുരുതരമായി പരിക്കേറ്റ 2 പേർ കോട്ടയം മെഡിക്കൽ കോളേജിൽ. പരിക്കേറ്റവരിൽ തൊഴിലാളികളും മാനേജ്മെന്റ് സംഘാംഗങ്ങളും. പെരിയാറിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയ സംഭവത്തിൽ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന്റെ പകർപ്പ് ന്യൂസ് മലയാളത്തിന്. കർഷകർക്കുണ്ടായത് 41,85 ലക്ഷം രൂപയുടെ നഷ്ടം. സർക്കാർ അനുവദിച്ച 13 കോടിയിലധികം രൂപ അപര്യാപ്തമെന്ന് വിദഗ്ധ സമിതി. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ വിലയിരുത്തൽ അശാസ്ത്രീയമെന്നും പരാമർശം. തീരദേശ ഹൈവേ പദ്ധതിയിൽ നിന്ന് സംസ്ഥാന സർക്കാർ പിന്മാറണമെന്ന് പ്രതിപക്ഷ നേതാവ്. മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി VD സതീശൻ. പദ്ധതി സാമൂഹിക പാരിസ്ഥിതിക ആഘാതങ്ങൾ പഠിക്കാതെയും DPR തയ്യാറാക്കാതെയുമെന്ന് വിമർശനം. ആവാസ വ്യവസ്ഥ നിലനിർത്തി പദ്ധതി നടപ്പാക്കണമെന്നും കത്തിൽ. KSRTC ബസിന് നേരെ പാഞ്ഞെടുത്ത് കാട്ടാന. ആന ഓടിയെടുത്തത് പത്തനംതിട്ട ഗവി ബസിന് നേരെ. ബസ്സിലുണ്ടായിരുന്നത് ഡ്രൈവറും കണ്ടക്ടറുമടക്കം 14 യാത്രികർ. 1/2 കിലോമീറ്ററോളം ബസ് പുറകിലേക്കെടുത്ത് സുരക്ഷിതമാക്കി ഡ്രൈവർ. പമ്പ ഭാഗത്ത് വെച്ചായിരുന്നു സംഭവം. പാലക്കാട് ആലത്തൂരിൽ തടയണയിൽ അകപ്പെട്ട യാത്രികനെ രക്ഷിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. അപകടത്തിൽപ്പെട്ടത് ചുള്ളിമട സ്വദേശി പൊന്നുമണിയുടെ വാഹനം. പ്രദേശത്തുണ്ടായിരുന്നവർ കൈകോർത്ത് രക്ഷിക്കുകയായിരുന്നു. തടയണയിലൂടെയാണ് പതിവായി യാത്രക്കാർ സഞ്ചരിക്കാറുള്ളത്. അറ്റകുറ്റപ്പണി നടത്തിയതിന് പിന്നാലെ എറണാകുളത്തെ തേവര കുണ്ടന്നൂർ പാലത്തിൽ വീണ്ടും കുഴികൾ. ഞായറും തിങ്കളും പാലം അടച്ചിട്ടായിരുന്നു അറ്റകുറ്റപ്പണികൾ നടത്തിയത്. എന്നാൽ ആദ്യ മഴയിൽ തന്നെ പാലത്തിൽ നിന്ന് ടാർ ഒലിച്ചുപോയി. ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും തങ്ങളെ കബളിപ്പിച്ചുവെന്നും ക്രമക്കേട് നടന്നുവെന്നും ആരോപിച്ച് നാട്ടുകാർ.
തൃശൂരിൽ ടിപ്പർ ലോറി കുളത്തിലേക്ക് മറിഞ്ഞു. അപകടം എതിരെ വന്ന കാറിന് സൈഡ് കൊടുക്കുന്നതിനിടയിൽ സംരക്ഷണ ഭിത്തി തകർന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. പ്രശസ്ത സംഗീത സംവിധായകനും ഗായകനും കീബോർഡിസ്റ്റുമായ വൈക്കം മോൻസ് രാജ് അന്തരിച്ചു. ബോൺ ടിബിയെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. ഗാനമേള ട്രൂപ്പുകളിലും കേരളത്തിലുടനീളം നിറസാന്നിധ്യമായിരുന്നു മോൻസ. ആരാധനാലയങ്ങളിലെ ഗായക സംഘത്തിൽ ഗായകനായും കീബോർഡിസ്റ്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. പാലക്കാട് മണ്ണാർക്കാട് 6ാം ക്ലാസ്സുകാരി ബസ്സിടിച്ചു മരിച്ചതിൽ ഡ്രൈവർ കസ്റ്റഡിയിൽ. മണ്ണാർക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തത് തെങ്കര സ്വദേശി അലി അക്ബറിനെ. റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ ബസ്സിടിച്ച് നാരങ്ങപ്പറ്റ സ്വദേശി നൌഷാദിന്റെ മകൾ ഹിബ മരിച്ചത് ഇന്നലെ. അപകടമുണ്ടായത് കുട്ടി പഠിക്കുന്ന സ്കൂളിലെ ബസ്സിടിച്ച്. റോമിൽ നിന്നുള്ള മാർപ്പാപ്പയുടെ സഭയ്ക്ക് പ്രതിനിധി സംഘം ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവയെ സന്ദർശിച്ചു. കോട്ടയം ദേവലോകം കാത്തോലിക്കേറ്റ് അരമനയിലായിരുന്നു കൂടിക്കാഴ്ച. വെറ്റിനറി സർവകലാശാല അക്കാദമിക്ക് കൗൺസിൽ തിരഞ്ഞെടുപ്പിൽ SFI സ്ഥാനാർത്ഥി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത് PG 1ാം വർഷ വിദ്യാർത്ഥി RC ശരത്. സിദ്ധാർത്ഥന്റെ മരണത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിച്ചവർക്കുള്ള മറുപടിയാണ് SFIയുടെ തുടർച്ചയായ വിജയമെന്ന് വയനാട് ജില്ലാ കമ്മിറ്റി. കോട്ടയം വെച്ചൂരിൽ വീട്ടുമുറ്റത്ത് കഞ്ചാവ് ചെടികൾ നട്ടുവളർത്തിയ യുവാവ് പിടിയിൽ. എക്സൈസ് അറസ്റ്റ് ചെയ്തത് വെച്ചൂർ സ്വദേശി ബിബിനെ. വീട്ടുമുറ്റത്ത് വേലി കെട്ടി തിരിച്ചായിരുന്നു കഞ്ചാവ് കൃഷി. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കോഹിനൂരിൽ അടിപ്പാത പണിയണമെന്നാവശ്യം ബഹുജന മാർച്ച് നടത്തി ജനകീയ സമരസമിതി പ്രക്ഷോഭത്തിലേക്ക്. 7 ദിവസത്തിനകം അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ സമരം ശക്തമാക്കും. കമ്പനിയുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുമെന്നും P. അബ്ദുൾ ഹമീദ് MLA. കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക സർവേയിൽ കേരളത്തിന് പ്രശംസ. അഭിനന്ദനം. കുടുംബശ്രീ, വാട്ടർ മെട്രോ ഉൾപ്പെടെയുള്ള പദ്ധതികളിൽ തൊഴിലുറപ്പിൽ രാജ്യത്തിന്റെ കണ്ണ് തുറപ്പിക്കുന്നതാണ് കേരളത്തിന്റെ കണക്ക്. ഉയർന്ന കൂലി നൽകി സ്ത്രീകളെ ശാക്തീകരിക്കുകയാണ് കേരളമെന്നും റിപ്പോർട്ടിൽ. ഉൾനാടൻ ജലപാതകളുടെ സാധ്യത ഉയർത്തിക്കാട്ടുന്ന കൊച്ചി വാട്ടർ മെട്രോയ്ക്കും നിറഞ്ഞ പ്രശംസ. കോഴിക്കോട് മുക്കത്ത് അനധികൃത പാചകവാതക ഫില്ലിംഗ് കേന്ദ്രം. പരിശോധന നടത്തി സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥർ. ഓടി രക്ഷപ്പെട്ട ജീവനക്കാർ. പരിശോധനയിൽ കണ്ടെത്തിയത് കുറഞ്ഞ നിരക്കിൽ ലഭിക്കുന്ന ഗാർഹിക പാചകവാതക സിലിണ്ടറിൽ നിന്നും ഉയർന്ന വിലയ്ക്ക് നൽകുന്ന വാണിജ്യ സിലിണ്ടറിലേക്ക് പാചകവാതകം മാറ്റി നിറയ്ക്കുന്നത്. അനധികൃത റീഫില്ലിംഗ് നടത്തുന്നത് യന്ത്രങ്ങൾ ഉപയോഗിച്ച്. ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് കോഴിക്കോട് താലൂക്ക് സപ്ലൈ ഓഫീസർ. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിനെതിരെ നടക്കുന്ന വ്യാജ പ്രചരണം. നടപടിയെടുക്കാൻ സിയാൽ. പ്രചരിക്കുന്നത് തൊഴിൽ രഹിതർ ആയവർക്കുള്ള സോളാർ ടെക്നീഷ്യൻ, ഹെൽത്ത് കെയർ എന്നീ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ സിയാൽ നടത്തുമെന്ന് കാണിച്ച് അത്തരത്തിൽ കോഴ്സുകൾ നടത്തുന്നില്ലെന്ന് വ്യക്തമാക്കി സിയാൽ. പെരുമ്പാവൂരിൽ ബസ് തൊഴിലാളികളെ മർദ്ദിച്ചു. കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ബസ് തൊഴിലാളി സംഘടനകൾ. സ്വകാര്യ ബസ് ഡ്രൈവറെ മർദ്ദിച്ച 11 പേർക്കെതിരെ നടപടിയില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ സമ്പൂർണ്ണ സ്വകാര്യ ബസ് പണിമുടക്ക് നടത്തുമെന്ന് സംഘടനാ ഭാരവാഹികൾ. വിദ്യാർത്ഥി കൺസെഷനുമായി ബന്ധപ്പെട്ട SFI വിദ്യാർത്ഥികൾ അക്രമം നടത്തിയെന്ന് ആരോപണം.
ധ്യാൻ ശ്രീനിവാസനെ നായകനാക്കി വിന്റേജ് സംവിധാനം ചെയ്യുന്ന സൂപ്പർ സിന്ദഗിയിലെ ആദ്യ ഗാനം പുറത്ത്. റിലീസ് ചെയ്തത് വെൺമേഘങ്ങൾ പോലെ എന്ന ഗാനം. മനു മഞ്ചിത്തിന്റെ വരികൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത് സൂരജ് എസ് കുറുപ്പ്. ഗാനം ആലപിച്ച് ഗൗരി ലക്ഷ്മി. മുകേഷും സുപ്രധാന വേഷത്തിലെത്തുന്ന ചിത്രത്തിൽ പാർവതി നായർ, ശ്രീവിദ്യ മുല്ലശ്ശേരി, മാസ്റ്റർ മഹേന്ദ്രൻ, ഋതുമന്ത്ര തുടങ്ങിയവരും. ലക്കി ഭാസ്കറിന്റെ ടൈറ്റിൽ ട്രാക്ക് 28-ന് ദുൽഖർ സൽമാന്റെ ജന്മദിനത്തിൽ പുറത്തുവിടും. തെലുഗു, മലയാളം, തമിഴ്, ഹിന്ദി എന്നീ 4 ഭാഷകളിലായി ഒരുങ്ങുന്ന ചിത്രം സെപ്റ്റംബർ 7-ന് തിയേറ്ററുകളിൽ. ദുൽഖർ സൽമാനെ നായകനാക്കി വെങ്കി അറ്റ്ലൂരി ഒരുക്കുന്ന പാൻ ഇന്ത്യൻ ചിത്രത്തിൽ നായികയാകുന്നത് മീനാക്ഷി ചൗധരി. ചിത്രത്തിന് സംഗീതം പകരുന്നത് GV പ്രകാശ് കുമാർ. ഇഷ്കിന് ശേഷം സംവിധായകൻ അനുരാജ് മനോഹർ സംവിധാനം ചെയ്യുന്ന ചിത്രം നരിവേട്ടയുടെ ഷൂട്ടിംഗ് കുട്ടനാട്ടിൽ ആരംഭിച്ചു. ഇന്ത്യൻ സിനിമാ കമ്പനിയുടെ ബാനറിൽ ചിത്രം നിർമ്മിക്കുന്നത് ടിപ്പു ഷാൻ, ഷിയാസ് ഹസൻ എന്നിവർ. സുരാജ് വെഞ്ഞാറമൂടും തമിഴ് നടനും സംവിധായകനുമായ ചേരനും പ്രധാന കഥാപാത്രങ്ങളാകുന്ന ചിത്രത്തിൽ പ്രിയംവദ കൃഷ്ണനാണ് നായിക. ചിത്രത്തിന്റെ തിരക്കഥ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ അബിൻ ജോസഫിന്റേത്.